ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ UPSC, IAS, IPS തുടങ്ങിയ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം അവർക്ക് അവരുടെ പഠനത്തിന് ഏറ്റവും സഹായകമാവുന്ന ഒന്നാണ് നല്ല മെറ്റീരിയൽസ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിലേക്കും ആവശ്യമായ നല്ല മെറ്റീരിയൽ, ടെസ്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സെൽഫായിട്ട് പഠിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും പല മെറ്റീരിയൽസും ആവശ്യമായിട്ട് വരാറുണ്ട്. അത്തരത്തിൽ ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം UPSCയിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത് ഒന്ന് ചില സ്റ്റാൻഡേർഡ് ബുക്കുകളുടെ മെറ്റീരിയൽസ് അല്ലേ. ചിലതൊക്കെ ഓൾറെഡി ബുക്കായിട്ട് തന്നെ വാങ്ങേണ്ടി വരും, ലക്ഷ്മികാന്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ ചില ആൾക്ക് ബുക്കായിട്ട് വാങ്ങാൻ പറ്റാത്ത പുറത്തുനിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, വിദേശ രാജ്യങ്ങൾക്കൊക്കെ ബുക്ക് കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതുപോലെ തന്നെ NCERT എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. 6th മുതൽ +2 വരെയുള്ള NCERTകൾ. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ടെസ്റ്റുകൾ അല്ലേ. നമുക്കിപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയിട്ട് പെയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, എങ്കിൽ കൂടി നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും പെയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളണമെന്നില്ല. പക്ഷേ പ്രിപ്പറേഷനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, നിങ്ങളുടെ വിജയത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഈ വർഷം പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്ന മെറ്റീരിയൽസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും മെറ്റീരിയൽസ്, അത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി തുടങ്ങിയ സബ്ജക്റ്റുകൾ. അതുകൂടാതെ നമ്മുടെ മെയിൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. എൻവിയോൺമെൻറ്റ്, അതുപോലെ എൻവിയോൺമെൻ്റ് അല്ല, സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻ, അങ്ങനത്തെ ഡിസാസ്റ്റർ മാനേജ് തുടങ്ങിയ സബ്ജക്റ്റുകൾ, എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും അതൊന്നും ഒരു സ്റ്റാൻഡേർഡ് ബുക്കുള്ള ഒരു സബ്ജക്റ്റുകളല്ല. അപ്പോൾ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് ബുക്കുകളുടെ മെറ്റീരിയൽസ്. ഓക്കെ, അത് നിങ്ങൾക്ക് ലക്ഷ്മികാന്ത്, സ്പെക്ട്രം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ മെറ്റീരിയൽസ്, പ്ലസ് അതിൻ്റെ കൂടെ NCERT 6th മുതൽ +2 വരെയുള്ള കംപ്ലീറ്റ് NCERT, പ്ലസ് അതിൻ്റെ കൂടെ മെയിൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ക്ലാസ് മെറ്റീരിയൽസ്. ഓക്കെ, ക്ലാസ് മെറ്റീരിയൽ മെയിൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള സബ്ജക്റ്റും ഇപ്പം ഓരോ സബ്ജക്റ്റ് ഷോർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പൊളിറ്റി, എക്കോണമി, ജോഗ്രഫിയുടെ ഒക്കെ ഷോർട്ട് മെറ്റീരിയൽസും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെസ്റ്റുകളാണ്. ഓക്കെ, നമുക്കറിയാം ടെസ്റ്റ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ടെസ്റ്റ് ഞാൻ ഒരു വർഷം കിട്ടാവുന്ന മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റുകൾ അവൈലബിൾ ആവുന്നത് ഫുൾ ടെസ്റ്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഗ്രൂപ്പിലോട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് UPSC ഫ്രീ ക്ലാസ് ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ദിവസവും രാത്രി ലൈവായിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ യൂട്യൂബ് ചാനലിൽ തുടരെ ഈ ചാനലോട് തന്നെ ലൈവ് ഫ്രീ ക്ലാസ് നടക്കാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഈ ഗ്രൂപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകൾ, ഇപ്പോൾ പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ, ഗവേണൻസ്, അതുകൂടാതെ ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ഒക്കെ ക്ലാസ് വീഡിയോസ് ഓൾറെഡി തന്നെ ഈ ചാനൽ അവൈലബിൾ ആണ്. ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ പ്ലെയർ ലിസ്റ്റിൽ അല്ലെങ്കിൽ ലൈവ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ടുള്ള ആ സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം കിട്ടുന്ന ഇത്തരത്തിലുള്ള നല്ല മെറ്റീരിയൽസ് മാക്സിമം ഉപയോഗിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് എടുത്ത് ഉപയോഗിക്കാതിരിക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന പൊളിറ്റിക്ക് നിങ്ങൾ 4, 5, 6 മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു പൊളിറ്റിയുടെ സ്റ്റാൻഡേർഡ് ബുക്ക്, അതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്ന ഒരു മെറ്റീരിയൽ ഇത്തരത്തിൽ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്ലസ് അതിൻ്റെ കൂടെ NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഒരു രീതി വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത്തരത്തിൽ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനൽ അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, വീഡിയോസ്, ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും